അല്ല, അതുകൊണ്ടല്ല എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം. ഒരു റിക്വസ്റ്റ്, വെറുതെ പോയി ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ, അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക സാർ. അല്ല, ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു പോയി, എന്തായാലും ഈ കേസ് നോക്കി കാണുമല്ലോ, ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു. ശരി, പറയുന്നില്ല, അത് പറയുന്നില്ല. അല്ല, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്കെതിരെ അല്ല, ശരി നിർത്തുക, ശരി നിർത്തുക, ശരി നിർത്തുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം, പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്, അത് പറയാമല്ലോ. എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇനി അത് കൊടുക്കുമ്പോൾ അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കരുത്. പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എവിഡന്റ് ആയ കണ്ണിന്റെ മുമ്പിലുള്ള പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞത്. ആ പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. അപ്പം ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. എന്തിനാ ഫൈറ്റ് ചെയ്യുന്നതെന്നറിയാം? നാളെ ഇവനെ പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത്, നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യരുത്. നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത്. ഇനി ഞാൻ 16 ദിവസം കിടന്നു, അത് പറയാലോ. ഞാൻ 16 ദിവസം കിടന്നു, വേറെ ചില ആൾക്കാർ 80 ദിവസം കിടന്നു. ഉമ്മൻചാണ്ടി സാറിന് നീതി കിട്ടാത്ത, സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത, നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ? കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത, 85 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾക്ക്, ഒരു പ്രമുഖ ആൾക്ക് നീതി കിട്ടാത്ത, അല്ലെങ്കിൽ വേറെ നിവിൻ പോളിയുടെ പേര് പറയാം, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട്, നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ എന്റെ മകനോ എന്റെ മക്കൾക്കോ എന്തെങ്കിലും നീതി കിട്ടൂ?